ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുന്നവരാണ് നമ്മളല്ലേ. ചില വിഷമങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കിങ്ങനെ ആരോടെങ്കിലും അത് പറയണം, അല്ല പറഞ്ഞില്ലെങ്കിൽ പറ്റില്ല എന്നൊരവസ്ഥ വരും. അത് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മളുമായിട്ട് അതുപോലെ സൗഹൃദമുള്ളവരോട്, സൗഹൃദം ഉണ്ടെന്ന് നടിക്കുന്നവരോടൊക്കെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മളൊന്നെങ്കിൽ അത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോയി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു റിലീഫാണ് അല്ലേ. ആ സമയത്ത് നമ്മൾ ഈ ഓരോ നമ്മുടെ വിഷമങ്ങളാകട്ടെ, നമ്മുടെ സന്തോഷങ്ങളാകട്ടെ, എന്താകട്ടെ, നമ്മളത് ചെന്ന് പറയുന്നത് ആരോടാണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ഓടി ചെന്ന് നമുക്കിഷ്ടമുള്ളൊരിടത്ത് അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഒരാളോട് നമ്മളത് പറയുകയാണ് അല്ലേ. പക്ഷേങ്കിൽ അത് നമ്മൾ ചെന്ന് പറയുന്ന ഇടം ശരിയാണോ, നമ്മൾ ശരിയായ ഇടത്താണോ നമ്മൾ ഇത്രയും കാലം നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു ചെറിയ കഥ പറയാം. ഒരു ദിവസം ഒരു കുട്ടി വരുന്ന വഴിയിൽ ഒന്ന് വീണു, അവൻ്റെ കാലൊന്ന് മുറിഞ്ഞു. അപ്പോൾ വരുന്ന വഴിയിൽ കണ്ട 2-3 പേരോട് അവൻ പറഞ്ഞു, എൻ്റെ കാല് മുറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം കണ്ട ആൾ പറഞ്ഞു, സാരമില്ല, ഇത് ചെറിയൊരു മുറിവല്ലേ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആ ആൾ ഇവനെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു വ്യക്തിയെ കൂടെ കണ്ടു. അപ്പോൾ അയാൾ പറഞ്ഞു, ഓ, ഇതിലും വലിയ മുറിവൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്, ഇതൊന്നും വലിയ സാരമുള്ള കാര്യമില്ല എന്ന് പറഞ്ഞ് അവനെ മടക്കി അയച്ചു. അവസാനം അവൻ എത്തിയത് അവൻ്റെ അമ്മയുടെ അടുത്താണ്. അവൻ്റെ അമ്മ അവനെ സ്നേഹത്തോടെ തലോടിക്കൊണ്ട് ആ മുറിവൊക്കെ കെട്ടിവെക്കുകയാണ് ചെയ്തത്. നമ്മുടെ മുറിവുകൾ അല്ലെങ്കിൽ നമ്മുടെ വേദനകൾ പറയുമ്പോൾ ഇതിനെ പലരും നമ്മൾക്ക് ആ സമയത്ത് നമുക്ക് ആശ്വസിപ്പിക്കാറുണ്ട്. പക്ഷേ നമ്മളോട് നല്ല രീതിയിൽ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങളിൽ കൂട്ടായിരിക്കുന്നത് പോലെ നടിച്ചിട്ട് വേറെ രീതിയിൽ ചെന്ന് പറയുന്ന ഒരുപാട് ആളുകളുള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വിഷമങ്ങൾ നമ്മൾ ആരോടാണ് പറയേണ്ടതെന്ന് 3 വട്ടമെങ്കിലും ആലോചിച്ചിട്ട് വേണം നമ്മൾ പറയാനായിട്ട്. നമ്മുടെ വിഷമങ്ങൾ മറ്റുള്ളവരുടെ ഒരു കഥയാവാൻ ഉള്ള ചാൻസ് കൂടി ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ വിഷമങ്ങൾ പറയുക, വിഷമങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അതുപോലെ നമ്മളുമായിട്ട് ബന്ധത്തിലുള്ളവരോട് അല്ലെങ്കിൽ യഥാർത്ഥമായി നമ്മളുമായുള്ള ബന്ധത്തിലുള്ളവരോട് മാത്രം നമ്മുടെ വിഷമങ്ങൾ പറയാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മുടെ വിഷമങ്ങൾ ഓടിച്ചെന്ന് ഒരാളോട് പറയുമ്പോൾ അയാൾക്കതൊരു ചിരിയുടെയോ അല്ലെങ്കിൽ അയാൾക്കതൊരു കളിയാക്കലിൻ്റെയോ വിമർശനത്തിൻ്റെയോ, നമ്മൾ ആദ്യം നമ്മുടെ വിഷമം പറയാൻ ചെല്ലുമ്പോൾ തന്നെ അത് നമ്മുടെ കുറ്റമായിട്ട് പറയുന്നവരുണ്ട്. അതല്ല നമ്മുടെ കുറ്റമായിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വന്നൊരു തെറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യം നടന്നതെന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെയുള്ളവരോടല്ല നമ്മുടെ വിഷമങ്ങൾ പറയേണ്ടത്. നമ്മളെ വിമർശിക്കാതെ കേൾക്കുന്നവരോട്, അതല്ലെങ്കിൽ ആ ഒരു വിഷമത്തിന് നമ്മൾ പറയുന്ന ആ ഒരു വിഷമത്തിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എന്തെങ്കിലും പറഞ്ഞു തരുന്ന ഒരാളോട് വേണം നമ്മുടെ വിഷമങ്ങൾ നമ്മൾ പറയാൻ. എപ്പോഴും ഓടിച്ചെന്ന് നമ്മുടെ വിഷമം കൊണ്ട് മനസ്സ് തിങ്ങി നിറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സന്തോഷം വന്ന് കഴിയുമ്പോൾ തന്നെ, ഇപ്പം നമുക്കൊരു പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു സന്തോഷം വന്നു അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ കിട്ടി, നമ്മൾ ഓടിച്ചെന്ന് പറയുകയാണ്. ആ ഓടിച്ചെന്ന് പറയുന്ന ആൾ ഒരു പക്ഷേ അത് അസൂയയോടെ ആയിരിക്കും സ്വീകരിക്കുന്നത്. അസൂയ നിറഞ്ഞൊരു സമൂഹത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ വേദനകൾ, വിഷമങ്ങൾ, സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ ഇതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ആരോടാണ് ഷെയർ ചെയ്യുന്നത് കൃത്യമായി ചിന്തിച്ചിട്ട് വേണം നമ്മൾ അത് ഷെയർ ചെയ്യാനായിട്ട്.